പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ ഇവിടെ ഹാമിൽട്ടണിൽ എസെൻഷ്യൽ വർക്കേഴ്സിനൊക്കെ വളരെ വിശേഷപ്പെട്ടൊരു വീക്കെൻഡാണ് തുടങ്ങാൻ പോകുന്നത്. കാരണം COVID-19 ലോക്ക്ഡൗൺ സമയത്ത് വർക്ക് ചെയ്തിരുന്ന എസെൻഷ്യൽ വർക്കേഴ്സിനൊക്കെ ഇവിടുത്തെ സിറ്റി കൗൺസിൽ ഫ്രീ പാസ് കൊടുക്കുന്നുണ്ട് പല ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിലും. അപ്പോൾ ഹാമിൽട്ടണിലെ പല പല ഡെസ്റ്റിനേഷനിലും നമുക്ക് ഫ്രീ ആയിട്ട് പോയി കാണാൻ പറ്റും. അപ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കും കൂടി 2 ഫ്രീ ടിക്കറ്റ് ഉണ്ട്. പിന്നെ 2 പേരെ ഗസ്റ്റായിട്ടും കൊണ്ടുപോകാം. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി ഇന്ന് ഹാമിൽട്ടൺ സൂ പോയി കാണാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് ഹാമിൽട്ടൺ സൂവിൽ കാണാം. ഇപ്പോൾ നമ്മൾ സൂവിന് മുന്നിൽ എത്തിയിട്ടുണ്ട്. $26 അഡൽട്ടിൻ്റെ ടിക്കറ്റ് ചാർജ്. 3 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് എൻട്രി ഫ്രീ ആണ്. അപ്പോൾ നമുക്ക് 4 പേർക്ക് ഫ്രീ ടിക്കറ്റ് കിട്ടിയത് വലിയൊരു കാര്യം തന്നെയാണ്. $65 ഏക്കറിലായി പടർന്നു കിടക്കുന്ന ഈ മൃഗശാല ഹാമിൽട്ടണിലെ ഏറ്റവും പ്രധാനപ്പെട്ട സൂവോളജിക്കൽ ഗാർഡനാണ്. 200ഓളം തരം പക്ഷികളെയും 400-ലധികം മൃഗങ്ങളെയും ഇപ്പോൾ ഇവിടെ കാണാം. സതേൺ ഹെമിസ്ഫിയറിലെ തന്നെ ഏറ്റവും വലിയ ഫ്രീ ഫ്ലൈറ്റ് ഏവിയറിയാണ് ഇവിടെ കാണുന്നത്. സാധാരണ മൃഗശാലകളിൽ നിന്ന് വ്യത്യസ്തമായി മൃഗങ്ങൾക്കും പക്ഷികൾക്കും യഥേഷ്ടം സഞ്ചരിക്കാനും കഴിയുന്നത്ര പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കാനും കഴിയുന്ന തരത്തിലുള്ള നാച്ചുറൽ ഹാബിറ്റാറ്റാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കാണപ്പെടുന്നവയും ഇപ്പോൾ വംശനാശ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്നതുമായ പലതരം പക്ഷികളെയും മൃഗങ്ങളെയും നമുക്കിവിടെ കാണാം. കൂടാതെ ന്യൂസിലാൻഡിൻ്റെ നേറ്റീവ് സ്പീഷീസും ഉണ്ട്. കാഴ്ചകളൊന്നും വിട്ടുപോകാതെ ചുറ്റി നടന്ന് കാണാനായി വിശദമായ ഒരു മാപ്പ് തന്നെ നമുക്ക് എൻട്രൻസിൽ നിന്ന് ലഭിക്കും. ആഫ്രിക്കൻ പുൽമേടുകളിൽ മാത്രം കാണപ്പെടുന്ന വെള്ള കാണ്ടാമൃഗങ്ങളെയാണ് നമ്മളിപ്പോൾ ഇവിടെ കാണുന്നത്. 19-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ മാംസത്തിനും കൊമ്പിനും വേണ്ടി ശക്തമായി വേട്ടയാടപ്പെട്ടുകൊണ്ടിരുന്ന ഈ മൃഗങ്ങൾ വംശനാശ ഭീഷണിയുടെ വക്കിലായിരുന്നെങ്കിലും ഇപ്പോൾ 20,000-ലധികമായി പെരുകിയിട്ടുണ്ട്. ഈ ഹാമിൽട്ടൺ സൂവിൽ കിട്ടുന്ന വരുമാനത്തിൻ്റെ ഒരു പങ്ക് കാണ്ടാമൃഗങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഇൻ്റർനാഷണൽ ഫണ്ടിലേക്കാണ് പോകുന്നത്. തണുപ്പുള്ള കാലാവസ്ഥയിലും ഈ കാണ്ടാമൃഗങ്ങൾക്ക് ചൂട് ലഭിക്കാനായി ഒരു സോളാർ പവർ ജനറേറ്റിംഗ് സിസ്റ്റവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. കൃത്യവും കണിശവുമായ വേസ്റ്റ് മാനേജ്മെൻറ്റ് റീസൈക്ലിംഗ് സംവിധാനങ്ങളും കുടിവെള്ളം ലഭിക്കുന്നതിനായി പലയിടത്തായി സ്ഥാപിച്ചിട്ടുള്ള പൈപ്പുകളും ഇവിടുത്തെ പ്രത്യേകതകളാണ്. ഇവിടെ നിന്നും നമ്മൾ പോകുന്നത് സാവന്നയിലേക്കാണ്. ജിറാഫ്, ഒട്ടകപ്പക്ഷി, സീബ്ര തുടങ്ങിയ മൃഗങ്ങളെ നമുക്കിവിടെ പുൽമേടുകളിൽ കാണാം. ലോകത്തിലെ ഏറ്റവും വലിപ്പമേറിയ പക്ഷിയായ ഒട്ടകപ്പക്ഷിക്ക് പറക്കാൻ കഴിയില്ലെങ്കിലും 70 km/h വേഗത്തിൽ വരെ ഓടാൻ ഇവയ്ക്ക് സാധിക്കും. 2 കാലുകൾ കൊണ്ട് ഓടുന്ന ജീവികളിൽ ഏറ്റവും വേഗത്തിൽ ഓടുന്നത് ഒട്ടകപ്പക്ഷിയാണ്. ഒരു കോഴിമുട്ടയുടെ വലിപ്പത്തിൻ്റെ 20 ഇരട്ടി വലിപ്പമുള്ള ഒട്ടകപ്പക്ഷിയുടെ മുട്ട 1.5 കിലോയിലധികം തൂക്കമുള്ളതായിരിക്കും. സീബ്രകൾക്കുമുണ്ട് ചില പ്രത്യേകതകൾ. മനുഷ്യൻ്റെ ഫിംഗർ പ്രിൻ്റ് പോലെ തന്നെ സീബ്രകളുടെ പുറത്ത് കാണുന്ന ഈ വരകളും ഓരോ സീബ്രയ്ക്കും വ്യത്യസ്തമായിരിക്കും. വളരെ നീളമേറിയ കാലുകളും കഴുത്തും ജിറാഫിൻ്റെ പ്രത്യേകതകളാണ്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ മൃഗമായ ജിറാഫ് അയവെട്ടുന്ന ഒരു മൃഗമാണ്. മനുഷ്യൻ്റേതുപോലെ തന്നെ ജിറാഫിൻ്റെയും കഴുത്തിലെ വെർട്ടിബ്രയുടെ എണ്ണം 7 5 മുതൽ 5.5 മീറ്റർ വരെയാണ് ഒരു ആവറേജ് ജിറാഫിൻ്റെ നീളം. വേട്ടപ്പട്ടികളെയും കടുവകളെയും ഇവിടെ കാണാം. ഇവിടെയാണ് കടുവകളുള്ളത്.
ചൂടുകാലത്ത് അരുവികളുടെയും പുഴകളുടെയും അടുത്താണ് കടുവകൾ കൂടുതൽ സമയം കഴിച്ചു കൂട്ടാറുള്ളത്. അതുകൊണ്ട് ഒരു ട്രോപ്പിക്കൽ ഫോറസ്റ്റിൻ്റെ മിനിയേച്ചർ തന്നെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. 3 പെൺകടുവകളാണ് ഇപ്പോൾ ഇവിടെയുള്ളത്. അവ ഇന്തോനേഷ്യൻ കാടുകളിൽ കാണപ്പെടുന്ന സുമാട്രൻ ടൈഗേഴ്സ് ആണ്. കടുവകളുടെ കൂട്ടത്തിലെ ഏറ്റവും ചെറിയ സബ് സ്പീഷീസാണിവ. 400 മുതൽ 500 സുമാട്രൻ കടുവകൾ വരെ ഇപ്പോൾ ട്രോപ്പിക്കൽ കാടുകളിൽ അവശേഷിക്കുന്നുള്ളൂ എന്നാണ് കണക്ക്. 15 മുതൽ 20 വർഷം വരെയാണ് സുമാട്രൻ കടുവകളുടെ ആയുസ്. കടുവകൾക്ക് ഭക്ഷണം കൊടുക്കാനായി വന്ന സ്റ്റാഫ് ഇവിടുത്തെ കടുവകളെക്കുറിച്ചുള്ള കൗതുകകരമായ പല വിശേഷങ്ങളും കാഴ്ചക്കാരുമായി പങ്കുവയ്ക്കുകയും അവരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുകയും ചെയ്തു. And she has actually had quite a different life to our other 2 cats here. She was born in a place called Perth Zoo, and unfortunately her mum didn't look after her very well. So at about 2.5, 3 months, don't like being initial this time. Lots of safety measures actually. Yeah. So here, very very safe. This is definitely the safest place I've ever worked. So it's won't be like fatal for us or injury. Sorry, I'm asking. No, it's great. I love it when people ask these questions. It's brilliant. So that's a really cool question to ask because it's one of the main things that we really focus on in zoos and modern zoos is training to look after it. So in particular medical behaviours. So one thing we do with all of our tigers is we vaccinate them every year. So they'll press their side തെക്കൻ ആഫ്രിക്കയിൽ കാണപ്പെടുന്ന വേട്ടപ്പട്ടികളാണിവ. വളരെ അഗ്രസീവായി കാണപ്പെടുന്ന ഈ നായവർഗ്ഗങ്ങൾ ഇര പിടിക്കാനായി സിംഹങ്ങളോട് പോലും മത്സരിക്കാറുണ്ട്. പല നാടുകളിൽ നിന്നുള്ള ലെമൂറുകളെയും കുരങ്ങുകളെയും ഇവിടെ കാണാം.
മരച്ചില്ലകൾക്കിടയിൽ ഒളിച്ചിരിക്കുന്ന പക്ഷികളെ കണ്ടുപിടിക്കുന്നത് വളരെ ശ്രമകരമായ ഒരു കാര്യം തന്നെയാണ്. ഇവിടുത്തെ ജീവജാലങ്ങളെക്കുറിച്ച് പറയാൻ ഇനിയും ഏറെ വിശേഷങ്ങളുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്കായി ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.